മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഒളിച്ചോട്ടം എപ്പിസോഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്നാറിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മളിത് മൂന്നാറിൽ എത്തി നിൽപ്പുണ്ട് ഗൈസ്. നമ്മളിത് നമ്മുടെ ചക്രമുടി പീക്കിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ആ കാണുന്നതാണ് ചക്രമുടി പീക്ക് എന്നാണ് എന്റെ ഒരു ഇത്. ഏതായാലും നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ നോക്കി എന്നെ പൊളിയാ നോക്കിക്കേ. അല്ല അടിപൊളിയാണ്. നമ്മളൊരു തേയിലത്തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതിരാവിലെയാണ് കേട്ടോ. ഇപ്പൊ സമയം 7 മണി 6 മണി 7 മണിയായില്ലെന്ന് തോന്നുന്നു അല്ലേ. 6 മണിയൊക്കെ സമയത്താണ് നമ്മള് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒക്കെ കുറച്ച് കുറവൊക്കെ ആയിരിക്കും. ഒന്നും സീനില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ചക്രമുടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ചക്രമുടി പിന്നെ ദേവികുളത്ത് നമ്മുടെ ദേവി കുളിച്ചൊരു കുളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവിടേക്ക് ഒന്ന് പോകണം, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചക്രമുടി കൺഫേം ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. അതുപോലെ പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അവസാനത്തേന് നിൽക്കണം, ഇപ്പൊ തന്നെ ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്നാലും താഴെ കമന്റിൽ വെച്ചേക്കുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ചക്രമുടി പോകാനായിട്ട് വണ്ടി എടുത്തപ്പോഴാണ് കാണുന്നത്. ഇത് മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുക, മുഴുവൻ നനഞ്ഞ് കിടക്കുക. ഇനി ഇതിലിരുന്ന് വേണം പോകാനായിട്ട്. എങ്ങോട്ടേക്ക് നിറയെ മഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ചക്രമുടി പീക്കാണ് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് പോയിച്ച് വരാം. ഗൈസ്, അപ്പോൾ ആ കാണുന്ന ഒരു ടവർ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞാണ്. അപ്പൊ ആ ഒരു ടവറിന്റെ അടിയിലുള്ളതാണ് നമ്മുടെ ആകാശവാണി ദേവികുളം. അപ്പൊ പണ്ടൊക്കെ ആകാശവാണി ട്രിവാൻഡ്രം, ആലപ്പുഴ, കവരത്തി എന്നൊക്കെ പറയുന്ന പോലെ ആകാശവാണി ദേവികുളം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അതിന്റെ ഒരു എത്രമാത്രം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഈ വഴി പാസ് ചെയ്ത് പോയപ്പോ കണ്ടാണ്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ അതെങ്ങനെ ഏത് അവസ്ഥയിലൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ അറിയാവുന്നവരൊക്കെ കണ്ട കമന്റ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളത് പറഞ്ഞെന്നുള്ളൂ. ഇതാണ് നമ്മുടെ ആകാശവാണി ദേവികുളം. ഓക്കെ, ഇപ്പൊ നല്ല വഴിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുൾ ഓഫ് റോഡ് വഴിയാണ്. ഇനി ഇതുപോലത്തെ വഴിയാണെന്നാണ് കേട്ടത്. ഇപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. ബൈക്കിൽ എവിടെ വരെ, നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. സ്കൂട്ടി എവിടെ വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ പോകാൻ പറ്റുന്നത്രോളം നമ്മൾ പോകും. അതാണ്. ആ ആ ഓക്കെ ഓക്കെ ശരി. ആ വഴി മാറിപ്പോയി. ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ നേരെ എന്തായാലും വേറെ വഴി വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഹലോ ഗോമാതാവേ. പോകുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഗൈസ്. പോകുന്ന വഴി തന്നെ അത്യാവശ്യം നല്ല പൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇതാ മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ആ അയ്യോ, എന്നാ വ്യൂ അല്ലേ. വഴിയായിരുന്ന പൊളിച്ചേര്. വഴി ഒരു രക്ഷയില്ല ഗൈസ്. പൊളി പൊളി. അപ്പൊ എന്തായാലും ഗ്യാപ്പ് റോഡിലാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ ആരും ഇല്ല റോഡിൽ. അപ്പൊ നമ്മൾ 2-3 ഫോട്ടോസ് എടുക്കുക. അതെന്തായാലും ഞാൻ സൈഡിൽ കൂടെ ഒക്കെ കാണിക്കാൻ നോക്കാം. എനിക്ക് എഡിറ്റിംഗ് അറിയാമെങ്കിൽ. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കറക്റ്റ് റോഡിന് നടുക്കാണ് കേട്ടോ. അപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോകുന്നത്. നല്ല തടുക്ക് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഫോട്ടോ കാണിക്കുന്നില്ല ഗൈസ്, ഒരു രസമില്ല. തിരിച്ചു വരുമ്പോൾ നോക്കാം. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നതിന് കൂടെ ഉണ്ടായി. എന്നാലും വേറെ ലെവലാണ്. തണുപ്പാണേലും വ്യൂ ആണേലും എല്ലാം വേറെ ലെവൽ.
ഗൈസ് എന്തായാലും നമ്മൾ ചക്രമുടി പോകുന്ന വഴിക്ക് എപ്പോഴും എല്ലായിടത്തും വ്യൂ ആണ്. നമുക്ക് എങ്ങനെ എവിടെയാ കറക്റ്റ് നിർത്തണമെന്ന് അറിയത്തില്ല, കാരണം എല്ലാം മൊത്തത്തിലൊരു വ്യൂ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നതാണെങ്കിലും ദേ ഇങ്ങോട്ട് നോക്കി, നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ എവിടെ നിർത്തണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. പിന്നെ മേളിലോട്ട് നോക്കിയേ, അതാന്ന് തോന്നുന്നു ചക്രമുടി പീക്ക്. നമ്മളിത് ഈ പീക്കിലെത്തും. അയ്യോ, അപ്പൊ എന്നാലും നല്ല പൊള്ളിയൊരു എക്സ്പീരിയൻസ് ആണ്. പറ്റുന്നവരൊക്കെ ഇങ്ങനെ രാവിലെ വരിക കേട്ടോ. റോഡിലതൊരു മനുഷ്യനില്ല. സാധാരണ ഇപ്പൊ മൂന്നാർ ഭയങ്കര തിരക്കാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വഴിയൊക്കെ ചോദിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്, വേറെ കാര്യം. എന്നാൽ പോലും നമുക്ക് ആ ഒറ്റയ്ക്ക് ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ കിട്ടും കേട്ടോ. ആരും ഒന്നും ഇല്ല, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെയുള്ള രോഹിത് രമേശ് തന്നെയാണ് ഈ വീഡിയോ നമ്മുടെ കൂടെയുള്ള. ചേട്ടായി വൻ സെറ്റപ്പിൽ സെറ്ററൊക്കെ ഇട്ടോണ്ടാണ് കഴിച്ചു വന്നത്. നമ്മൾ മൊത്തത്തില് തണുപ്പൊന്നും ഇല്ലാതൊക്കെ കരുതി വന്നതാണ്. മൂന്നാറിലെ തണുപ്പൊക്കെ എനിക്ക് പുല്ലുവിലയെന്ന് കരുതി വന്നതാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. എന്റെ ഒരു അനുമാനം അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോയിട്ട് നേരെ ഇങ്ങനെ പോയിട്ട് അവിടെ എത്തുമ്പോൾ അതാണെന്ന് തോന്നുന്നു ചക്രമുടി പീക്ക്. എന്തായാലും അതാണെന്ന് തോന്നുന്നു, മിക്കവാറും അതായിരിക്കണം. നമ്മുടെ ഒരു അനുമാനമൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ ഒരു റോട്ടിലും കാര്യങ്ങളൊന്നും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടാണ് മൂന്നാറിൽ ഭയങ്കര തിരക്കാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളങ്ങ് വന്ന വഴിക്ക് ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. മൂന്നാർ എത്തിയപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ, പക്ഷെ ഇന്ന് ആയാലും അങ്ങനെയൊന്നും ഇല്ല. വേറെ ലെവലാണ്. എന്തായാലും നല്ലൊരു വ്യൂ ഒക്കെയാണ്. സൂര്യനൊക്കെ അവിടെ നിന്ന് വതുക്കി ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ മൊത്തത്തിലൊരു അടിപൊളിയാണ്. ഗൈസ്, ഈ പോകുന്ന വഴിയുണ്ടല്ലോ, നിങ്ങളെ കുറെ കാണിക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാൽ പോലും വേറെ ലെവലാണ്. കാരണം ഇങ്ങോട്ട് നോക്കിക്കേ, കറക്റ്റ് തേയിലത്തോട്ടത്തിന് നടുക്കൂടെ ഇങ്ങനെ ഒരു വഴിയും വേറെ ലെവലാ കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നോക്കിയേ, നമ്മളെ ചക്രമുടി പോകുന്നതിന്റെ വഴിക്ക് ഗ്യാപ്പ് റോഡൊക്കെ കഴിഞ്ഞിട്ട്, ഗ്യാപ്പ് റോഡാണോ എന്ന് എനിക്കറിയത്തില്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഈ ഒരു റോട്ടിൽ നിന്ന്, നല്ല മഞ്ഞാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ബ്ലർ ആയിട്ടിരിക്കുന്നത്. ഈ ഒരു റോട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഇതായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ഫീലാണ്. മൊത്തത്തിലൊരു അടിപൊളിയാണ്. ഇത് ഞാൻ ലൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഫീലൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, പൊളിയാണ് കേട്ടോ. എന്തായാലും ഉയർന്ന് നമ്മൾ മൂന്നാർ ചൂസ് ചെയ്ത് വളരെ നന്നായി. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വന്ന ആ ഒരു റോഡ് അത്യാവശ്യം പൊളിയായിരുന്നെങ്കിൽ പോലും ഇനി അങ്ങോട്ട് മുഴുവൻ കുന്നും കുഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം റോഡെല്ലാം പോയി കിടക്കുവാണ്. ബൈക്ക് യാത്രക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരുമ്പോൾ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഫ്ലഡിൽ പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലഡിൽ പോയതാണോ റോഡുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ മുഴുവൻ പോയി കിടക്കുവാണ്. റോഡൊക്കെ ആണെങ്കിലും നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. വഴിയൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. ഇങ്ങോട്ട് കുറെ കല്ലൊക്കെ അവിടെ നിന്ന് ഇവിടെ നോക്കാൻ വന്ന് കിടപ്പുണ്ട്. ഇതുണ്ടോ, മുഴുവൻ കല്ലൊക്കെ വന്ന് കിടക്കുവാണ്. ഭയങ്കര ഒരു ഓഫ് റോഡാണ്. നല്ല കുലുങ്ങിയാണ് പോകുന്നത്. വഴിയൊന്നും തീരെ ഇല്ല. ഞങ്ങൾക്ക് വഴി മാറി പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് കാണിച്ചപ്പോൾ 6 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പോൾ 8 കിലോമീറ്റർ ആയി. ഇനി ചിലപ്പോൾ 12 കിലോമീറ്റർ ആവും. ഗൈസ്, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. ഈ ഗൂഗിൾ മാപ്പ് നമ്മളെ തേച്ച് ഗൈസ്. അപ്പൊ നമ്മള് ഒരു ഓട്ടോക്കാരൻ ചേട്ടനുണ്ട്, പുള്ളി നമുക്ക് വഴി കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പൊ പുള്ളിയുടെ പുറകെ നമ്മൾ പോവാണ്. അപ്പൊ അതെ, ഈ ഓട്ടോക്കാരൻ ചേട്ടനുണ്ടല്ലോ, പുള്ളിയോട് നമ്മൾ പറഞ്ഞു, ചേട്ടാ ചക്രമുടി പോകുന്ന വഴി എവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ചേട്ടാ മക്കളെ വഴി മാറിപ്പോയി. പുള്ളി ഒരു തമിഴനാണ്. അവിടെ പറഞ്ഞു, എടാ ഇങ്ങ് പോരെ, നിങ്ങളുടെ കൂടെ പോരെ ഞങ്ങൾ കൊണ്ടുപോയിടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മുന്നേ വഴികാട്ടിയായിട്ട് പോകുന്ന ചേട്ടനാണ് കേട്ടോ. വളരെ നല്ല മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ള. ആ ചേട്ടൻ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും ശരിക്കും ഞങ്ങൾക്ക് അറിയാൻ മേല. ഞങ്ങൾ ഇത്ര ചോദിച്ചോളൂ, ചേട്ടാ ചക്രമുടിയിലേക്ക് പോകുന്നത് എവിടെയാണ്, ഞങ്ങൾക്ക് വഴി മൊത്തം തെറ്റിപ്പോയി, ഇവിടെയൊക്കെ ചോദിക്കാനൊരു മനുഷ്യനില്ലാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞാ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പുറകെ പോരെന്ന് പറഞ്ഞിട്ട്. പുള്ളി തമിഴാണ്. പുള്ളി പറയുന്നതും കുറേ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ എന്നാൽ പോലും ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ് കേട്ടോ.
ഗൈസ് അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ നിർത്തി ഫോട്ടോ എടുത്ത സ്ഥലം ഇതാണ്. അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ചൊക്രമുടിയിലേക്കുള്ള ഒരു എൻട്രി ഉള്ളത്. പക്ഷേ നമ്മൾ കുറേ വഴിമാറി അങ്ങോട്ട് പോയി. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിത് ഇവിടം വരെ വന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ശരിക്കും അങ്ങോട്ടല്ലായിരുന്നു പോകേണ്ടത്, നമുക്ക് നേരെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇവിടുന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കാണത്തില്ലല്ലോ, ശ്രദ്ധിക്കത്തില്ലല്ലോ, നമ്മൾ നേരെ അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. എന്തായാലും നമ്മൾ കയറുവാണ് കേട്ടോ നമ്മുടെ ചൊക്രമുടിയിലേക്ക്. അതുപോലെയൊക്കെ കാണണമെന്നാണ് ആഗ്രഹം, താഴെ മഞ്ഞൊക്കെ കാണണമെന്ന്. പക്ഷേ ഇപ്പം നല്ല വെയിലായി പോയി. ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. 6 മണി 7 മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 8 മണി എങ്ങാണ്ട് ആവാറായെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാൻ മേല, നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം, വല്ലതും കാണാൻ പറ്റുമോ. നല്ല വെയിലാണ് കേട്ടോ. വെയിലാണെങ്കിലും അത്ര ചൂടൊന്നും ഇല്ല, തണുപ്പ് തന്നെയാണ്. നമുക്ക് കയറി നോക്കാം. ഇവിടെ എന്തോ പാസോ കാര്യങ്ങളോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കേട്ടത്. ഒരു ചേട്ടൻ അങ്ങനെ പറഞ്ഞു, അവിടെ പാസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഗൈസ് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി. ഇതുവരെ ഇവിടെ വാച്ചർമാരൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ആരും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ, ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ആണോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ വേറൊരു ഫാമിലി പോലെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താ കയറി പോകുന്നത് ചെയ്തു, ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് അറിയത്തില്ല, എന്തോ പാസ്സൊക്കെ എടുത്ത് വേണം പോകാൻ. ഇവിടെ ആരും കാണുന്നൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് വേറൊരു മലയുണ്ടെന്ന് ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം ഇവിടെ കയറാൻ പറ്റുന്നില്ലാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ല. കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാനൊന്നും ആരുമില്ല. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല ചോദിക്കാനായിട്ട്. അപ്പോൾ ഒരു ചേട്ടനില്ല പാസ് ചെയ്ത് പോയപ്പം പുള്ളി പറഞ്ഞാണ് തൊട്ടപ്പുറത്തൊരു മലയുണ്ട്, അത് നമ്മൾ ആദ്യം ഇറങ്ങിപ്പോയൊരു വഴിയുണ്ടല്ലോ, അത് വഴി തെറ്റിപ്പോയൊരു വഴിയുണ്ടല്ലോ, അതിലേ പോയിട്ടുണ്ടെങ്കിൽ ഒരു മലയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും നമുക്ക് ആ മലയിൽ പോയി നോക്കാം. ഈ മലയില്ലെങ്കിൽ വേറെ മല, അതാണ് നമ്മളെന്തായാലും വിട്ടു കൊടുക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies. I'll be. ഇപ്പോൾ എന്തായാലും ചൊക്രമുടി പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളിവിടെ വേറൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വിറക് കുറേ കത്തിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. ചെറിയൊരു ഇടവഴി വഴിയാണ് പോകുന്നത്. നമുക്ക് കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ല. ഒരു ഊഹം വെച്ച്, ഒരു ലക്ഷ്യം വെച്ച് നമ്മളങ്ങ് പോവാ. മുകളോട്ടാന്ന് തോന്നുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് മഞ്ഞ് കാണാൻ വന്നാൽ ഞങ്ങൾ ഏകദേശം ഉച്ചയാവാറായി. ശൈലിയിലൊക്കെ കറങ്ങി വഴിയൊക്കെ തെറ്റിപ്പോയി. എന്തായാലും മഞ്ഞ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും മലയുടെയെങ്കിലും മേളിൽ കയറണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന് ഏതോ റിസോർട്ട്, ഏതോ ഒരു പള്ളിയൊക്കെ എത്തി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വന്ന് ചെറിയൊരു പള്ളിയും അതുപോലെ തന്നെ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതേ മേളിലൊരു വലിയ മലയൊക്കെ ഉണ്ട് അല്ലേ. ഇതും മാറിപ്പോയോ? നല്ല ഉച്ച സമയത്ത് മഞ്ഞിറങ്ങി കിടക്കുന്നതാണ്ടോ. അവിടെ മഞ്ഞൊക്കെ വരുന്നുണ്ട്. വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നല്ലേ. ഗൈസ് എന്തായാലും നിങ്ങളെ ചൊക്രമുടി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ചൊക്രമുടി കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മിനി ചൊക്രമുടിയെങ്കിലും ഞാൻ കാണിച്ചു തരും ഗൈസ്. ഇതുകൊണ്ടോ നമ്മൾ വന്ന വഴിക്കോ നല്ലൊരു പാറയാണ്. അതിന് മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് കയറിയൊക്കെ പോകാം. അത്യാവശ്യം നല്ലൊരു പാറയാണ് കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. സൂക്ഷിച്ചൊക്കെ നിൽക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഈ പാറയ്ക്ക് ഇവിടെ കറക്റ്റ് നടുക്കൊരു വിള്ളലുണ്ട്. ഇതുകൊണ്ടോ കറക്റ്റ് നടുക്ക് പാറ, 2 പാറ പോലെയാണ് ഇരിക്കുന്നത്. അവിടെ ഒരു കിഡ്നിയുടെയൊക്കെ ഷേപ്പല്ലേ, രണ്ട് പാർട്ടായിട്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നുണ്ട്. വീടൊക്കെ അങ്ങ് താഴെയാണ്. നല്ലൊരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു മലയിലേക്കും കൂടെയൊക്കെ പോകാം. വഴി ഫുള്ള് കൺഫ്യൂഷനാണ് കേസ്. ഞങ്ങൾ ആദ്യം ചൊക്രമുടി പോയിട്ട് അവിടെ എന്തോ പ്രശ്നമായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നുന്നു വേണ്ട ഈ വലിയ മലയാണ് കയറേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ എവിടെ കയറേണ്ട വഴി കാര്യങ്ങളൊന്നും അറിയത്തില്ല, എങ്ങനെ കയറേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ വേണ്ട അവിടെ കണ്ടോ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു മല കണ്ടോ, നിറയെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങോട്ടും പോകണമെന്നുണ്ട്. ഞങ്ങൾക്ക് എവിടെ പോകണമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ താഴെ ഒരു വീട് കാണുന്നുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ്. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇത് ഫുള്ള് ഇന്നത്തെ ഒരു രാവിലെ തന്നെ ഇങ്ങനെ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. എങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ നമുക്ക് അറിയാവുന്ന ആരും ഇല്ല, വഴിയും ചോദിക്കാൻ ആരും ഇല്ല. അധികം വളരെ കുറച്ച് ആളുകളൊക്കെ സ്ഥലത്തൂടേക്കേ ഉള്ളൂ. ചേട്ടാ മലയിലേക്കുള്ള വഴി അതെ, ഇതാണോ മലയിലേക്ക് കയറാൻ? വണ്ടി ആയിട്ട് കയറി വണ്ടി പോലല്ലേ? ആ ഇതിലേ അങ്ങ് പോകാം അല്ലേ? ഇതിലേ നേരെ അങ്ങോട്ട് പോകാം അല്ലേ? ഓക്കെ താങ്ക് യു. കുഴപ്പമില്ല. ഇത് റിസോർട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ശരി ചേട്ടാ. ഇത് നമ്മൾ ആ മലയിലേക്ക് പോകുന്ന വഴി കാണുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ല രസമാണ്. നോക്കിയേ, ആ ഒരു പാറയുടെ അടിയിൽ ഒരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നല്ല രസമായിരിക്കും ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ വരികയാണെങ്കിൽ അടുത്തുണ്ടെങ്കിലൊക്കെ
നമ്മൾ ഈ മലയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ശരിക്കും നല്ല മടുപ്പുണ്ടായി ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം കുറേ ഇടത്തൂടെയൊക്കെ വഴി തെറ്റിപ്പോയി. പിന്നെ കുറേ നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വന്നാൽ മഞ്ഞ് കാണാനായിട്ട്. ഇപ്പോൾ സമയം 8 മണി 8-9 മണിയായി. ഇപ്പോൾ എന്തായാലും മഞ്ഞൊന്നും കാണാൻ പറ്റത്തില്ല, വെയിലേ കാണാൻ പറ്റത്തുള്ളൂ നമുക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ പോവാണ്. കാരണം നമ്മൾ എന്നാലും ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ചല്ല. അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ ഒരുപാട് ടൈം കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് അത്യാവശ്യം നേരത്തെ ചെയ്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമായിരുന്നു വേറെ. എന്തായാലും നമ്മൾ ഈ ഒരു കാട്ടിൽ കൂടെ പോവാണ് മേളിലേക്ക് കയറാനായിട്ട്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഒരു കാടിന് കൂടെ പോകുന്ന ഒരു ഫീല് നല്ല ഭംഗിയാണ് പോകാനായിട്ട്. വളരെ പൊളിയാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്ന വഴി. ചെറിയൊരു പുഴ ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടുന്നോ. പിന്നെ അല്ലേടേ പുഴയാണത്? കാറ്റടിക്കുന്നാണോ? എന്നാൽ കാറ്റടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല രസമാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കി പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ ഇത്. അത് പൈൻ പോലത്തെ എന്തോ ഒരു സാധനമാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ നല്ല രസമാണ് പോകാനായിട്ട്. നമുക്ക് ആ ഒരു ഇത്ര നേരത്തെ ഒരു വിഷമമൊക്കെ മാറി. ഞങ്ങൾ വഴി തെറ്റിപ്പോയല്ലോ അല്ലെങ്കിൽ വരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. കുറേ കിടന്ന് കറങ്ങുവാണല്ലോ എന്നൊക്കെ. ഞങ്ങൾ വാഴപ്പാടെ കുറച്ച് ദിവസം ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് എല്ലാം മാറി. കാരണം നമ്മൾ നല്ല അടിപൊളി സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് പോകുന്ന വഴിക്ക് നമുക്കൊരു അടിപൊളി വ്യൂ പോയിന്റ് ഇട്ടേക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട്. പൊളിയൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ നല്ല കാറ്റൊക്കെ ആട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു രാവിലെ ഇവിടെ നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ മഞ്ഞൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ പോലും കാണാൻ പറ്റുമായിരുന്നു തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് നമ്മളുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടൊന്നും നിർത്തുന്നില്ല കേട്ടോ. നമ്മൾ ഇനിയും മേളിലേക്ക് പോകുന്നുണ്ട്. ഏകദേശം ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതേണ്ട നല്ല തെളിഞ്ഞ ഉറവെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ഉണ്ടെന്ന്. നമുക്കിത് ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഈ സൗണ്ട് അല്ല ഞാൻ കേട്ടത്, കാറ്റ് വന്നാണ്. എന്നാൽ പോലും നാണ്ട നല്ല തെളിഞ്ഞ ഉറവയുണ്ട് ഇവിടെ കേട്ടോ. നല്ല ഉറവെള്ളമാണ്. കുടിക്കാനൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രസമായിരിക്കും. ഓ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഏകദേശം ഒരു ടെൻ്റൊക്കെ ആയിട്ട് വരുവായിരുന്നെങ്കിൽ ഇവിടെ വേറെ ലെവലായിരുന്നു. കാരണം നോക്കിയേ അത്യാവശ്യം നല്ലൊരു പാറയാണ്. പിന്നെ നമ്മൾ കണ്ടില്ല തൊട്ടടുത്ത് വെള്ളമുണ്ട്. പിന്നെ അന്യായ വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ താഴത്തേക്ക്. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു പൊളിയാണ്. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കാരണം നല്ല വെയിലാണ്. അതുകൊണ്ട് സ്ക്രീനിൽ എനിക്ക് എന്നെ പോലും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നല്ലൊരു ഇരുട്ടുള്ള ഏരിയയാണ്. ഇരുട്ടല്ല, നമുക്ക് വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി പോവാണ്. നമ്മുടെ പഴയ വ്യൂ പോയിൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി പോവാണ്. ഈ കാണുന്ന ഒരു വഴിയുണ്ടല്ലോ, ഇതിലാണ് നമുക്ക് പോകണ്ടേ. അപ്പം അടുത്ത് കേട്ടോ ഇവിടം വരെ വന്നപ്പോഴത്തേക്കും കുറേ കാലമായി നടന്നിട്ടൊക്കെ. ഇതുണ്ട്, ഇതാ ഞാൻ പറഞ്ഞ മറ്റേ ഉറവെള്ളം വരുന്നെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഇത് ഏതോ കാട്ടിൽ നിന്നൊക്കെ വരുന്ന നല്ല വെള്ളമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചക്രമുടി പീക്ക് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ വന്ന സ്ഥലം എന്തായാലും വലിയ മോശമൊന്നുമല്ല. ഇനിയും മുകളിലേക്ക് കയറിയാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. പക്ഷെ എന്നാൽ പോലും എന്തേ നോക്കിയേ നല്ലൊരു വ്യൂ ആണ്. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു കേട്ടോ. നല്ലൊരു ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങോട്ടേക്ക് ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് മേഘമൊക്കെ നിൽക്കുന്നത് നല്ല രസമാണ്. മഞ്ഞും കൂടെ ആകുമ്പോഴത്തേക്കും വേറെ ലെവലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു മല ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, മഞ്ഞ് വന്നിട്ട് ഇതാണ്ട് ആ ഒരു മലയാണ്. അത് ഏകദേശം പകുതി ഇപ്പോൾ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ട് ഇതായിരുന്നു നമ്മുടെ പീക്ക്. അവിടം വരെ എത്താൻ പറ്റത്തില്ല ഗൈസ്. മടുത്ത് പണ്ടാറിറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. നമുക്ക് തിരിച്ചു പോകാൻ ചേട്ടാ. മടുത്ത് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട്. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാന്ന് പറഞ്ഞില്ലേ, ഫുഡ് പോലും കഴിച്ചിട്ടില്ലായിരുന്നു. ചുമ്മാ ഒരു കോഫി കുടിച്ചിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം 9 മണി 9:30 ആയിട്ടുണ്ട്. വരാത്തതിന് നല്ല വെയിലുമാണ് കേട്ടോ. മൂന്നാർ തണുപ്പ് മാത്രമല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും മടുത്ത് ഏകദേശം ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി ആ മല കയറി അങ്ങ് അവിടം വരെ പോയാൽ ഞങ്ങളെ തിരിച്ചിറക്കാൻ വേറെ ആൾക്കാർ വരേണ്ടി വരും. അതാണ് ഞങ്ങളിവിടെ വെച്ച് തൽക്കാലത്തിന് നിർത്തുവാണ്. പക്ഷെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ എന്നാ പറയണ്ടേ വിഷമിപ്പിക്കത്തില്ല. ഇവിടം വരെ വന്നതിൻ്റെ കുറേ റോ ഫുട്ടേജസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തത്തുള്ളൂ. അപ്പോൾ എന്നാലും നമുക്കതൊക്കെ കണ്ടിട്ട് വരാം. Make it last forever. Stop in time. Yeah, I'm surrendering. Hold tight. Chemicals collide. Hold tight. Dripping light. ഇവിടെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു നാച്ചുറൽ ഷവർ കിട്ടിയിട്ടുണ്ട്. ഓസിന് ലീക്ക് വന്നാണ്. പക്ഷേ അടിപൊളിയാണ്. നമുക്ക് കുളിക്കടക്കിലൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ആരെങ്കിലും അതുപോലെ തന്നെ ടെൻ്റൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് കുളിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു വൈബിൽ നിന്നിട്ട് ഓപ്പൺ എയറിൽ നിന്നിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. നല്ലൊരു വ്യൂ ഒക്കെയാണ് ഇവിടെ. അത്യാവശ്യം സെറ്റാണ്. കുടിക്കാൻ പറ്റുമോ വച്ചാമാരെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ ചക്രമുടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ചക്രമുടി പോകാതെ തന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെയൊക്കെ എലിയിലേക്ക് കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വെച്ച് തീരുന്നില്ല ഈ ഒരു വീഡിയോ. പക്ഷേ കണ്ടിന്യൂഷൻ വീഡിയോസൊക്കെ ഒരുപാട് വരാനുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്.
അതായത് നമ്മുടെ ചക്രമുടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് വെക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ടാവും. ഇനി നമ്മൾ ദേവികുളത്ത് പോകുന്നുണ്ട്, ഒരു ലേക്കൊക്കെ ഉണ്ട്. അതുപോലെ മൂന്നാറിലുള്ള കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡുകളൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വ്യത്യസ്തമായ ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.